തിരുവനന്തപുരത്തേക്കാണ്. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി തങ്കച്ചൻ, വാഴൂർ സോമൻ എന്നിവർക്ക് സഭ ആദരമർപ്പിച്ചു. ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഉൾപ്പെടെ എതിർപ്പ് തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. പ്രത്യേക ബ്ലോക്കിൽ PV അൻവറിന്റെ സീറ്റിലാണ് രാഹുൽ ഇരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശാലിനി നൽകും. ശാലിനി, ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് നിയമസഭയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ലൈംഗിക ആരോപണങ്ങളിൽ ആകെ നാണം കെട്ട് വിയർത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വി ഡി സതീശന്റെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ട് സഭയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ശാലിനി? ഗൗതമ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ ഇതിനിടയിൽ തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിന് ഇപ്പോൾ ഔദ്യോഗികമായി തുടക്കമായിട്ടുള്ളത്. ആദ്യ ദിനം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, ഒപ്പം തന്നെ തിരുമേട് MLA കൂടിയായിരുന്ന വാഴൂർ സോമൻ അടക്കമുള്ളവർ, ഒപ്പം തന്നെ മുൻ സ്പീക്കറൊക്കെ ആയിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി തങ്കച്ചൻ അടക്കമുള്ളവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട്, അവർക്ക് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് പാർട്ടി കക്ഷി നേതാക്കൾ, ഒപ്പം തന്നെ നിയമസഭയിലെ കക്ഷി നേതാക്കൾ ഇപ്പോൾ ചരമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സ്പീക്കർ AN ഷംസീറാണ് ചരമോപചാരം അർപ്പിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ചരമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഏകദേശം 9:20 കൂടിയാണ് ഈ ഒരു നിയമസഭയെ സസ്പെൻസ് ഇല്ലാതാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കാത്തിരുന്ന ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ലൈംഗികാരോപണ കേസിലടക്കം ആരോപണ വിധേയനായി നിൽക്കുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയിലേക്ക് എത്തിയത്. സഭയിലെത്തി പ്രത്യേക ബ്ലോക്കായി അദ്ദേഹം സഭയിൽ ഇരിക്കുകയാണ്. ഇന്നലെ നിയമസഭാ സമ്മേളനത്തിന്റെ അറിയിച്ചുകൊണ്ടുള്ള സ്പീക്കർ AN ഷംസീറിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അദ്ദേഹം ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കും. മുൻപ് PV അൻവർ ഇരുന്നതിന് സമാനമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ക്രമീകരിക്കുക എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. സമാനമായി തന്നെയാണ് മുൻപ് PV അൻവർ ഇരുന്ന അതേ സീറ്റിൽ തന്നെയാണ് പ്രതിപക്ഷ നിരയുടെ അവസാന നിരയുടെ പിന്നിലത്തെ നിരയിലായി പ്രത്യേക ബ്ലോക്കായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ തിരുവനന്തപുരത്തിന്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായ നേമം ഷജീറിനൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെ സഭയ്ക്കുള്ളിലേക്ക് എത്തിയത്. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ, മറ്റാരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ പൊതുപരിപാടികളിൽ നിന്നടക്കം വിട്ടുനിന്നുകൊണ്ട് MLA മാറി നിൽക്കുകയായിരുന്നു. MLA എവിടെയായിരുന്നു എന്ന് പോലുമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ലാതിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തലസ്ഥാനത്തെത്തുകയും തുടർന്ന് 9:20 നിയമസഭയുടെ അകത്തളത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തത്. ഇത് 2ാം തവണയാണ്, ഒരുപക്ഷെ MLA ആയതിനു ശേഷമുള്ള 2ാമത്തെ നിയമസഭാ സമ്മേളനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു സമ്മേളന കാലയളവിൽ ഇത്രയധികം ആരോപണം നേരിട്ട് സഭയ്ക്കുള്ളിലേക്ക് എത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ തലകുനിച്ച് സഭയിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നേരത്തെ നിയമസഭയിലേക്ക്, അതായത് ശാലിനി സൂചിപ്പിച്ചതുപോലെ രാഹുലിനെ സംബന്ധിച്ചത് 2ാമത്തെ നിയമസഭാ സമ്മേളനമാണ്. പക്ഷേ ഇതിനു മുൻപ് തന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് എത്തുന്ന ഘട്ടത്തിൽ PC വിഷ്ണുനാഥാണ് രാഹുലിനെ കൈപിടിച്ച് ആ സഭയിലേക്ക് കയറ്റുന്നത്. മാത്രമല്ല, ഉറ്റ തോഴനായിട്ടുള്ള, അല്ലെങ്കിൽ രാഹുലിന്റെ വഴികാട്ടി എന്നൊക്കെ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഷാഫി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വി ഡി സതീശനുണ്ടായിരുന്നു. അന്ന് രാഹുലിനൊപ്പം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഫേസുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഒരു ആരോപണങ്ങളിൽ പെട്ട് നിയമസഭയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ കൂടെയുള്ളതൊക്കെ അടൂരിലെ കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിലുള്ള, അല്ലെങ്കിൽ രാഹുലിന്റെ കൂടെ സ്ഥിരമായി കാണുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാത്രമാണ്. അല്ലാതെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇല്ലല്ലോ. ഷാഫി തന്നെ അവിടെ കാണാൻ കഴിയുന്നില്ല. വെള്ളം അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആർത്തുല്ലസിച്ച് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ വന്ന് അതിന്റെ ആലസ്യം മാറുന്നതിന് മുൻപാണ് ഇത്രയധികം നാണം കെട്ട് നിയമസഭയിലേക്ക് തലകുനിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചില ഗ്രൂപ്പ് നേതാക്കന്മാരുണ്ട്, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറുണ്ട് എന്നതൊഴിച്ചാൽ മറ്റാരും മുതിർന്ന ഒരു നേതാക്കന്മാരും I ഗ്രൂപ്പിലെയോ പോലും ഒരു മുതിർന്ന നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഷാഫി പറമ്പിലും PC വിശ്വനാഥും ഒക്കെ നമുക്ക് എപ്പോഴും അറിയാം, രാഹുൽ ഉണ്ടെങ്കിൽ രാഹുലിന് ഇടവും വലവും ഇവരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇടവും വലവും രാഹുൽ നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇവരെ ആരെയും കണ്ടില്ല. PC വിശ്വനാഥ് അടക്കമുള്ളവർ അദ്ദേഹത്തിനെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല, വരവേൽക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇന്നത്തെ KPCCയുടെ നേതൃയോഗം അടക്കമുള്ള പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാനത്ത് KPCCയുടെ നേതൃയോഗം ചേരുകയാണ്. ആ നേതൃയോഗത്തിൽ പോലും ഷാഫി പറമ്പിൽ
പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും കൈവിട്ട ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ആരുമില്ലാതെ തനിക്കൊപ്പം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒന്നുമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വി ഡി സതീശൻ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്നുള്ളത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ്. പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ KPCCയുടെയും ഒപ്പം തന്നെ UDF മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകൾ അവഗണിച്ചും പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ നിയമസഭയ്ക്ക് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവരിയ്ക്കുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സഭാ ടിവിയിലൂടെ ഒരു പക്ഷേ വരും മണിക്കൂറിൽ പുറത്തേക്ക് വരികയും ചെയ്യും. എന്തായാലും സഭയ്ക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് സമാധാനപരമായിട്ടാണ് എങ്കിൽ ഇനി ഉള്ള ദിവസങ്ങൾ, അതായത് ഇന്നുൾപ്പെടെ 12 ദിവസമാണ് സഭയെങ്കിൽ നാളെ മുതൽ 11 ദിവസത്തെ നിയമസഭാ സമ്മേളന കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടാൻ വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും. അത് സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. യുവജന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭയിലേക്ക് എത്തുകയാണെങ്കിൽ, തലസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ഒരു നിരക്കിൽ തടയുമെന്നുള്ളതാണ് യുവമോർച്ച അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള തീരുമാനം. അവർ അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടക്കുന്ന വളരെ നിർണായകമായ, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സമ്മേളനമാണ്. ഈ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷത്തിന്റെ ഇരിപ്പിടത്തിലല്ലെങ്കിൽ പോലും അവിടെ ഒരു സാന്നിധ്യമായി തന്നെ രാഹുൽ ഇരിക്കുന്നത് കോൺഗ്രസിനും UDFനും വലിയ ക്ഷീണമാണ് എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വി ഡി സതീശൻ രാഹുലിനോട് വരരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരസ്യമായ പടപ്പുറപ്പാടിന് വി ഡി സതീശനെതിരെ രാഹുലും കൂട്ടരും ശ്രമിക്കുന്നു എന്ന് തന്നെ വേണ്ട ഇതിലൂടെ മനസ്സിലാക്കാൻ. തീർച്ചയായും ഗൗതം അങ്ങനെ തന്നെയാണ്. അതായത് ഒരു പടപ്പുറപ്പാടാണ്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ചേരുന്ന അവസാന സഭാ സമ്മേളനം കൂടിയാണ്. സ്വാഭാവികമായും നിർണായകമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്, നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒക്കെയുള്ള ഒരു സഭാ സമ്മേളന കാലയളവിൽ തങ്ങളുടെ നിരക്കൊപ്പം അല്ലെങ്കിൽ തങ്ങളുടെ നിരക്ക് പിന്നിലാണ് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സഭയുടെ ഭാഗമാകുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. വോട്ട് ഷെയറിനെ അടക്കം അത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക പ്രതിപക്ഷ നേതാവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ്, അതായത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് സ്പീക്കറെ അറിയിക്കുകയും തങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമല്ല, നിലവിൽ സസ്പെൻഷനിലാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് രേഖാമൂലം സ്പീക്കറെ അറിയിച്ചത്. പക്ഷേ അപ്പോഴും അങ്ങനെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം സഭയിലേക്ക് എത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ്. അതേസമയം തന്നെ പ്രതിരോധിക്കാം, പ്രതിഷേധിക്കാം എന്ന് ഭരണപക്ഷം വിചാരിക്കുകയാണെങ്കിൽ ഭരണപക്ഷത്തും 2 MLA-മാർ, അത് ഒന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന AK ശശീന്ദ്രൻ, മറ്റൊന്ന് മുകേഷ് MLA ആണ്. ഇവര് രണ്ടുപേരും സമാനമായ ലൈംഗികാരോപണ പരാതികളിലും കേസുകളിലും ഒക്കെ പെട്ടവരാണ്. സ്വാഭാവികമായും പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ ഭരണപക്ഷത്തിനാകാത്ത സാഹചര്യം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷത്തിനും കഴിയാത്തൊരു സാഹചര്യം. അതാണ് നിലവിൽ നിയമസഭയ്ക്കുള്ളിൽ നിന്ന് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഏകമായി പ്രതിഷേധിക്കാൻ കഴിയുന്നത് BJP-ക്കാണ്, യുവമോർച്ചയ്ക്കാണ്. അത്തരത്തിൽ അവർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് സഭയ്ക്ക് പുറത്ത് ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല. എന്തായാലും ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഇക്കഴിഞ്ഞ കാലയളവിലൊക്കെ നമ്മൾ നിയമസഭാ സമ്മേളനത്തിനുള്ളിൽ, നിയമസഭയ്ക്കുള്ളിലും പുറത്തും കണ്ടിട്ടുള്ളത് എങ്കിൽ അതൊക്കെ മാറി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയുമാണ് ഈ സമ്മേളന കാലയളവിൽ ആദ്യ ദിനത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഒപ്പം തന്നെ PP തങ്കച്ചൻ, ഒപ്പം തന്നെ വായു സോമൻ അടക്കമുള്ളവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം സഭ അവസാനിക്കും. സഭ അവസാനിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ DYFIയുടെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്, EP ജയരാജൻ അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ആ വരവ് വേണ്ടിയിരുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരികയാണ്. ആ ഘട്ടത്തിൽ ശാലിനിയിലേക്കും അതോടൊപ്പം തന്നെ ഈ വാർത്തകളിലേക്കും തിരിച്ചെത്താം. സമ്മേളനം ഇന്നിപ്പോൾ അധികം നീളുകയില്ല. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം അന്തരിച്ച മുൻ നേതാക്കൾക്ക് ആദരം അർപ്പിക്കുന്നു. അതിനുശേഷം ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഈ നേതാക്കളെല്ലാം നിയമസഭയ്ക്ക് പുറത്തേക്കെത്തും. ആ ഘട്ടത്തിൽ ഇവരുടെയൊക്കെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും ഈ വാർത്തകളിലേക്കും തിരികെ എത്താം. തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്